പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളും പോളണ്ട് സന്ദർശിക്കും. 45 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത്. പോളണ്ട് സന്ദർശനത്തിന് ശേഷം മോദി 23-ന് ഉക്രൈനും സന്ദർശിക്കും. റഷ്യ ഉക്രൈൻ യുദ്ധം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദിയുടെ സന്ദർശനം ഏറെ നിർണായകമാണ്. പോളണ്ടിന്റെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കിന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി വാർസോയിലെത്തുന്നത്. രാജകീയ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോളണ്ടിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രസിഡന്റ് ആൻഡ്രസേജ് ദൂഡയെ സന്ദർശിക്കുന്ന മോദി പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായും ഉഭയകക്ഷി ചർച്ച നടത്തും. പോളണ്ടിലെ ഇന്ത്യൻ സമൂഹമായും പ്രധാനമന്ത്രി സംവദിക്കും. പോളണ്ടുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 70-ാം വാർഷികം കൂടി ആഘോഷിക്കുന്ന വേളയിലാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം. മാത്രമല്ല, 45 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ചയാണ് തലസ്ഥാനമായ കീവിലെത്തുന്നത്. ഉക്രൈനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് 30 വർഷം കഴിഞ്ഞിട്ടും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശിക്കുന്നത് ഇതാദ്യമാണ്. രാഷ്ട്രീയം, വ്യാപാരം, സാമ്പത്തികം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാംസ്കാരികം, മനുഷ്യസഹായം തുടങ്ങി വിവിധ വിഷയങ്ങൾ ഉക്രൈനുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലുണ്ടാകുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശന വേളയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ സമൂഹമായും പ്രധാനമന്ത്രി സംവദിക്കും. റഷ്യയുമായി ഉക്രൈൻ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഏറെ നിർണായകമാണ്. സംഘർഷങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാനാകുമെന്നും അത് ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കുമെന്നും ഭാരതം ഇരു രാജ്യങ്ങളോടും നിർദ്ദേശിച്ചിരുന്നു. ജനം, ഡൽഹി.